ഇരിങ്ങാലക്കുടയുടെ സ്നേഹാദരങ്ങൾ നൽകിക്കൊണ്ട് राजनाथ सिंह जी, आप आज यहां हैं और हमारे कैडर को बहुत ऊर्जा और उत्साह देंगे। ഇരിങ്ങാലക്കുടയുടെ കഥകളിയുടെ ആ ഉണ്ണായി വാര്യരുടെ നാട്ടിൽ നിന്നും അദ്ദേഹത്തിന് ഒരു മൊമെന്റോ നൽകിക്കൊണ്ട് നമ്മുടെ അധ്യക്ഷൻ അദ്ദേഹത്തിന് കൈമാറുന്നത് കഥകളിയുടെ ഒരു രൂപം നൽകിക്കൊണ്ട് കൈമാറുകയാണ്. പ്രകടന പത്രിക പ്രകാശനം രാജ്നാഥ് സിംഗ് ജി. ഡോക്ടർ ജേക്കബ് തോമസ് സാർ. അടുത്തതായി പ്രകടന പത്രികയുടെ പ്രകാശനമാണ്. രാജ്നാഥ് സിംഗ് ജിക്ക് പ്രകടന പത്രിക നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നതാണ്. ഇറ്റ്സ് ഇലക്ഷൻ മാനിഫെസ്റ്റോ. ഇത് പുസ്തകത്തിന്റെ പ്രകാശനം. രണ്ട് പുസ്തകങ്ങളാണ്. ഡോക്ടർ ജേക്കബ് തോമസ് രചിച്ച സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകത്തെ കൂടാതെ രണ്ട് പുസ്തകങ്ങൾ കൂടി അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നതാണ്. എനിക്ക് വേണ്ട കേരളം എന്ന പുസ്തകവും അവസാനത്തെ സാക്ഷി എന്ന പുസ്തകവുമാണ്. എനിക്ക് വേണ്ട കേരളം എന്ന പുസ്തകം ഓരോ മലയാളിയുടെയും സ്വപ്നങ്ങളുടെ ആവിഷ്കാരമാണ്. കേരളം പല കാര്യങ്ങളും ലോകത്തിന് മാതൃകയായി രാഷ്ട്രീയ സാമൂഹിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നെങ്കിലും എന്നിട്ടും കേരളം വികസനത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് പിന്നോട്ട് പോയി എന്ന് വിശദീകരിക്കുന്ന പുസ്തകമാണ്. രണ്ടാമത്തെ പുസ്തകം അവസാനത്തെ സാക്ഷി. അത് അദ്ദേഹത്തിന്റെ സർവീസിലെ അവസാനത്തെ 31 ദിവസത്തെ കുറിച്ചാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്കുള്ളത്. അദ്ദേഹം നേരിടേണ്ടി വന്ന തീച്ചൂളകൾ ഓരോ നിമിഷവും എങ്ങനെയാണ് അവസാനത്തെ 31 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അടുത്തായി ഇലക്ഷൻ മാനിഫെസ്റ്റോ നൽകിക്കൊണ്ട് രാജ്നാഥ് സിംഗ് ജിക്ക് നൽകുന്നത് അദ്ദേഹം അത് നമുക്ക് മുന്നിൽ ഇരിങ്ങാലക്കുട എങ്ങനെയാണ് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഡോക്ടർ ജേക്കബ് തോമസ് സാറിന്റെ കരങ്ങളിലൂടെ എങ്ങനെ സുരക്ഷയും സാമൂഹ്യ നീതിയും നൽകുമെന്ന് പറയുന്ന അസുസ്ഥിരമായ വികസനത്തെ കുറിച്ചുള്ള ഇലക്ഷൻ മാനിഫെസ്റ്റോ ആണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. ഇനി നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി ഡോക്ടർ ജേക്കബ് തോമസ് സാറിനെ ക്ഷണിക്കുകയാണ്. വേദിക്ക് പുറത്തു നിൽക്കുന്നവരെല്ലാം എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. വളരെ കുറച്ച് സമയം മാത്രമേ അദ്ദേഹം നമ്മോട് കൂടെ ഉണ്ടാവൂ. എത്രയും പെട്ടെന്ന് വേദിക്ക് മുന്നിലേക്ക് വരണം. പുറത്തു നിൽക്കുന്ന എല്ലാവരും വേദിയിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. Honorable Defense Minister of this country, Sri Rajnath Singh Ji, the President of this function, Sri Kripesh, other dignitaries on the dais, and dear friends. ഇന്ന് രാജ്യം വീണ്ടും ഒരു ഹോളി ആഘോഷിക്കുകയാണ്. ഇന്നാണ് ഹോളി ആഘോഷം തുടങ്ങുന്നത്. ഹോളി നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. ഒന്ന്, തിന്മയുടെ മേൽ നന്മയുടെ വിജയം. 2, നിറങ്ങളുടെ ഒരു സമ്മേളനം. പല പല നിറങ്ങൾ ഒന്നിച്ചുകൂടി സന്തോഷവും സംതൃപ്തിയുമൊക്കെ നൽകുന്ന ഒരു അവസരം. 3, ഹോളി തണുപ്പ് കാലത്തിൽ നിന്നും വസന്തത്തിലേക്ക് കടക്കുന്ന ഒരു ഋതുഭേദത്തിൻ്റെ സമയമാണ്, മാറ്റത്തിൻ്റെ സമയമാണ്. വളരെ ഭംഗിയുള്ള പൂക്കൾ നിറയുന്ന മാറ്റം. ഇന്ന് കേരളത്തിലും മാറ്റത്തിൻ്റെ ഒരു അവസരമാണ്. നിറങ്ങൾ
മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും നൽകാൻ വേണ്ടിയാണ് ജനപ്രതിനിധികളെ നമ്മളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് ചില സവിശേഷതകൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. അവർ നന്മയുള്ളവരായിരിക്കണം, തിന്മയുടെ മേൽ വിജയം നേടുന്നവരായിരിക്കണം, അവർ നമ്മുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറം നൽകാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം, അവർ ഒരിക്കലും കളങ്കിതരാകരുത്. പക്ഷേ ഇന്ന് കേരളത്തിൽ നമ്മളുടെ സ്വപ്നങ്ങൾക്കും അഭിലാഷങ്ങൾക്കും നിറം നൽകുന്നവരാണോ നമ്മുടെ ജനപ്രതിനിധികൾ? അതുപോലെ തിന്മയെ നശിപ്പിക്കുന്നവരാണോ നമ്മുടെ ജനപ്രതിനിധികൾ? നമ്മൾ പല ഉദാഹരണങ്ങൾ അടുത്ത കാലത്ത് കാണുന്നുണ്ട്. ബന്ധു നിയമനം നടത്തിയ മന്ത്രിമാർക്ക് പോലും സംരക്ഷണം നൽകുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നയം പിന്തുടരുന്നു. PSC നിയമനങ്ങൾ വഴിവിട്ട് നടത്തുന്നു. അതുപോലെ നമ്മളുടെ കടൽ പോലും ചില സ്വകാര്യ കമ്പനികൾക്ക് നൽകി ധാരണാപത്രം ഒപ്പിട്ട ശേഷം അത് ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുകയും പിന്നീട് അത് റദ്ദ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ. അതുപോലെ പല പല സഹകരണ മേഖലയിലെ അഴിമതി ആണ് എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നു. പക്ഷേ ആ അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല. തിന്മ അവസാനിപ്പിക്കാൻ വേണ്ടി ഒന്നും നടക്കുന്നില്ല. അതുപോലെ തൊഴിലില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങാനോ സംരംഭങ്ങൾ തുടങ്ങാനോ ഉള്ള ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. അങ്ങനെ കേരളം വളരെ ദുരിതത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയാണിന്ന്. ഈ ഹോളി എന്ന് പറയുന്നത് വിൻ്റർ അല്ലെങ്കിൽ തണുപ്പുകാലം മാറി വസന്തമാകുന്ന ഒരു മാറ്റത്തിൻ്റെ സമയം പോലെ ഇപ്പോൾ വളരെ മരവിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൻ്റെ വികസന രംഗം. ആ മരവിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു പൂക്കളൊക്കെ നിറയുന്ന ഭംഗിയുള്ളൊരു കാലത്തേക്ക് ആ ഒരു മാറ്റം വരേണ്ട സമയം ആണ് ഈ ഒരു സമയം. അപ്പോൾ നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മാറ്റത്തിന് വേണ്ടി നന്ദി, നമസ്കാരം. नेक्स्ट राजनाथ सिंह जी आपको इनवाइट कर रहे हैं. आपका भाषण सुनने के लिए सब तैयार है. मंडलम प्रेसिडेंट Mr. Kripesh Chamanda and the BJP State General Secretary Mr. Jacob Thomas and your very popular and not only famous only in Kerala but throughout the country, Jacob Thomas, Advocate K.R. Hari, District BJP General Secretary, Mr. Keshu K.C. Benu Nastar, BJP Diyoday Mandalam, I can't say. Brothers and sisters, I will deliver my speech in Hindi and that will be translated by the Party General Secretary, Mr. George Kurian. Okay? चलेगा? बहनों भाइयों, मुझे सचमुच जैकब थॉमस के लिए कैंपेन करने की जब जानकारी प्राप्त हुई तो मुझे बेहद खुशी हुई. बेहद खुशी इसलिए हुई कि जब मैं इस कंट्री का होम मिनिस्टर था उस समय भी जैकब थॉमस मुझसे मिले थे और उसके पहले भी जैकब थॉमस के संबंध में मैं काफी सुन चुका था और मैं जानता था कि जैकब थॉमस is the dead honest officer of the Kerala and the country. സഹോദരീ സഹോദരന്മാർ, ഞാൻ ഹിന്ദിയിൽ പ്രസംഗിക്കും, ഇവിടെ അത് പരിഭാഷപ്പെടുത്തും. എനിക്ക് വളരെ സന്തോഷമുണ്ട് ശ്രീ ജേക്കബ് തോമസിന് വേണ്ടി പ്രചരണത്തിന് വന്നതിൽ. കാരണം രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന അവസരത്തിൽ അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ജേക്കബ് തോമസിനെ പറ്റി വളരെയധികം
കേൾക്കുവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. अभी जब मैं डायास पर आया तो मैंने देखा कि मिस्टर जैकब थॉमस ने मुझे बतलाया कि यह एक इलेक्शन मैनिफेस्टो उन्होंने अपनी कॉन्स्टिट्यूंसी के लिए तैयार किया है कि वह यदि एमएलए बनाते हैं आप उनको तो अपने कॉन्स्टिट्यूंसी का डेवलपमेंट कैसे करेंगे। मुझे यह जानकर बेहद खुशी हुई क्योंकि देश में मैंने बहुत कैंपेन किया है लेकिन किसी कैंडिडेट को अपनी कॉन्स्टिट्यूंसी के डेवलपमेंट के लिए रोड मैप पहले ही तैयार कर लिया हो, पहली बार मैंने देखा। ഞാനിവിടെ വന്ന അവസരത്തില് ജേക്കബ് തോമസ് എന്നോട് പറഞ്ഞു, ഒരു പ്രകടന പത്രിക ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അദ്ദേഹം MLA ആയി കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിന് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രകടന പത്രിക. ഞാൻ രാജ്യത്ത് പല പ്രദേശങ്ങളിലും പ്രചരണത്തിനായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിന്റെ ഒരു റോഡ് മാപ്പ്, വികസനത്തിന്റെ റോഡ് മാപ്പ് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. ब्रदर्स एंड सिस्टर्स, 5 राज्यों के इस असेंबली चुनावों के दौरान मुझे केरल की धरती पर आने का अवसर प्राप्त हुआ है. इससे मुझे बेहद खुशी हुई है. आई एम हैप्पी टू बी इन द गॉड्स ओन कंट्री. और यह धरती भारत की रिच कल्चरल हेरिटेज और नेचुरल ब्यूटी की एक अमेजिंग मिक्स है. और यह अगस्त्य मुनि का केंद्र माना जाता है और यह आदि शंकराचार्य की भी धरती है. അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാരെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ കേരളത്തിന്റെ ഭൂമിയില്, ദൈവത്തിന്റെ സ്വന്തം നാടില് പ്രചരണത്തിന് വേണ്ടി വരുന്നതില്, പ്രകൃതിയുടെ സൗന്ദര്യം വകഞ്ഞൊഴുകുന്ന ഈ സംസ്ഥാനത്ത്, അതുപോലെ തന്നെ അഗസ്ത്യമുനിയുടെ നാട്ടില്, ശങ്കരാചാര്യയുടെ നാട്ടില് വരുന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. यह चेर डायनेस्टी के महान शासकों की धरती है और यह पवित्र सबरीमाला की धरती है और पद्मनाभ स्वामी की भी यह धरती है और राजा रवि वर्मा जैसे महान विभूतियों की धरती है. और केरला की धरती ऐसी है कि ओल्डेस्ट चर्च यदि कहीं पर मिलता है तो वह केरला में मिलता है. അതുപോലെ തന്നെ ഈ ഭൂമി പവിത്രമായിട്ടുള്ള ഈ ഭൂമി, അതുപോലെ തന്നെ രാജാ രവിവർമ്മയുടെ നാട്, അതുപോലെ തന്നെ എനിക്ക് പറയുവാൻ സാധിക്കും കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആദ്യത്തെ പള്ളി, ക്രിസ്ത്യൻ പള്ളി ഈ കേരളത്തിലാണ് എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. आर्ट, कल्चर और टूरिज्म की दृष्टि से भी केरल का भारत में एक बहुत ही महत्वपूर्ण स्थान है. और मैं देखता हूं पॉलिटिकल दृष्टि से भी केरल का इस भारत में बहुत स्थान है. स्टेट छोटा है लेकिन फिर भी यहां की यह डेंसिटी पॉपुलेटेड है और इस स्टेट की पॉलिटिकल वायस और इसकी चर्निंग सेंटर तक सुनी जाती है. एक ऐसा स्टेट यह केरल है. ഈ കേരളം തീർച്ചയായിട്ടും സംസ്കാരം കൊണ്ട് സമ്പൂർണമാണ്. പക്ഷേ ഈ കേരളത്തിലെ രാഷ്ട്രീയ ആക്രമണങ്ങൾ അത് അപലപിക്കപ്പെടേണ്ടതാണ്. ചെറിയ സംസ്ഥാനമാണ് കേരളം. ഈ കേരളം ചെറുതാണെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ അക്രമങ്ങളെ പറ്റി രാജ്യം മുഴുവൻ വ്യാപകമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യമാണ്. मैं एलडीएफ और यूडीएफ के लीडर से पूछना चाहता हूं, क्या कारण है इस देश का पहला स्टेट यह केरल है जहां पर कि 100% लिटरेसी सबसे पहले रही है और वह स्टेट लगातार पिछड़ता जा रहा. यहां के लोगों की एस्पिरेशंस और डेवलपमेंट की डेफिनेशन को जहां रीडिफाइन करने की जरूरत है वहां आज कोई इसे रीडिफाइन करने नहीं कर रहा है. जबकि भारत के अन्य राज्यों में लोग अपने राज्य की एस्पिरेशंस और डेवलपमेंट को डिफाइन करने का काम कर रहे हैं, रीडिफाइन करने का काम कर रहे हैं. मैं पूछता हूं कि ऐसा क्यों? ഞാൻ LDF-നോടും UDF-നോടും ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
ഈ കേരളം എന്ന് പറയുന്നത് 100% സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. പക്ഷേ ഇവിടെ വികസനമില്ല. ജനങ്ങളുടെ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. മാത്രമല്ല ഇവിടെ ഒരു പുനർനിർവചനം വികസനത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ജനങ്ങളുടെ ആശയ്ക്കും അതുപോലെ തന്നെ ആഗ്രഹത്തിനും അടിസ്ഥാനത്തിൽ വികസനം കൊണ്ടുവരുവാൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല. ഞാൻ LDF-നും UDF-നോടും ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന്. केरल स्टेट में सब कुछ होने के बावजूद बहुत कुछ मिसिंग है और इसका एक सबसे बड़ा कारण है कि इंडिपेंडेंस के बाद लगातार 7 डिकेड्स तक यहां पर सरकार रही है तो LDF और UDF की रही है और ये हमारा केरल स्टेट LDF और UDF के क्लचेज से बाहर नहीं हो पाया और ये दोनों पॉलिटिकल फ्रंट्स बराबर बारी बारी से अल्टरनेट गवर्नमेंट बनाते हैं और एक दूसरे को क्रिटिसाइज करते हैं। लेकिन मैं जहां तक केरला को समझ पाया हूं, केरला की जनता यह चाहती है कि अब एक न्यू अल्टरनेटिव होना चाहिए और न्यू अल्टरनेटिव यदि कोई केरला में हो सकता है तो दैट इज BJP, दैट इज NDA, none other. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എല്ലാം കൊണ്ടും വിഭവം കൊണ്ട് സമൃദ്ധമാണ്. ഏതാണ്ട് 7 പതിറ്റാണ്ട് കാലഘട്ടമായിട്ട് കേരളം ഭരിക്കുന്നത് LDF-ഉം UDF-ഉമാണ്. ഈ LDF-ന്റെയും UDF-ന്റെയും പിടിയിൽ നിന്ന് ഈ സംസ്ഥാനത്തെ മോചിപ്പിക്കേണ്ടിയിരിക്കുന്നു. മാറി മാറി വരുന്ന ഈ സർക്കാരുകൾ ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഈ സംസ്ഥാനത്തിന് വേണ്ടി. അതുകൊണ്ട് ഒരു മാറ്റം ആവശ്യമാണ്, ഒരു പുതിയ ബദൽ ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന് BJP-ക്കും NDA-ക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. ब्रदर्स एंड सिस्टर्स, हम लोगों ने पिछले 7 इयर्स में NDA की प्रेजेंस को केरला में स्ट्रेंथन किया है और एक न्यू अल्टरनेटिव के रूप में NDA को हमने स्टैब्लिश किया है. इस असेंबली इलेक्शन में NDA यही कह रही है कि UDF और LDF ने मिलकर जनता को फुटबॉल की तरह किक मारा है और एक ऐसा फ्रेंडली मैच ये खेल रहे हैं जिसमें जीत उनमें से चाहे जिसकी हो, इसमें अल्टीमेटली डिफीट यदि किसी की होती है तो केरला की पब्लिक की होती है. തീർച്ചയായിട്ടും സഹോദരി സഹോദരന്മാരെ, 7 വർഷ കാലഘട്ടമായിട്ട് എങ്ങനെ നല്ല രീതിയിൽ ഭരിക്കാമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേന്ദ്രത്തിലെ സർക്കാർ. NDA സർക്കാർ ആ വികസന പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ UDF-ഉം LDF-ഉം അവർ ഒത്തുകളിക്കുകയാണ്. അവർ വിജയിക്കുന്നുണ്ടാവാം, പക്ഷേ കേരളത്തിലെ ജനത പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. और सबसे अजीब बात यह है कि यहां पर केरल में कांग्रेस और लेफ्ट एक दूसरे के खिलाफ वाक युद्ध यानी वाय पायटे कर रहे हैं और वहीं पर यहां से 2000 किलोमीटर दूर वेस्ट बंगाल में कांग्रेस और लेफ्ट कह रहे हैं आवर प्रेमातुलानु मानी वी आर इन लव. ഈ കേരളത്തില് LDF-ഉം UDF-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുന്നത് പോലെയാണ് അവർ മത്സരിക്കുന്നത്. പക്ഷേ ബംഗാളില് അവരെന്താണ് പറയുന്നത്? നമ്മൾ സ്നേഹത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിലകൊള്ളുന്നത്. അവർ ഒരുമിച്ചാണ് അവിടെ ഭരിക്കുന്നത്, മത്സരിക്കുന്നത്. मेरे बहनों भाइयों, आज मैं यही कहने आया हूं, कांग्रेस और लेफ्ट पार्टियों का समय अब समाप्त हो चुका है और दीज पार्टी डू नॉट अंडरस्टैंड द न्यू एस्पिरेशंस ऑफ द पीपल ऑफ द केरला. इसलिए यहां पर चेंज की जरूरत है. സുഹൃത്തുക്കളെ, ഈ കേരളത്തിലെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ LDF-ന്റെയും ഏതാണ്ട് കാലം കഴിയുകയാണ്. കേരളത്തിലെ ജനത പുതിയതായിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടി അവരുടെ ആശയവും അഭിലാഷത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. बराबर LDF और UDF ने फॉल्स प्रॉमिसेस किए हैं लेकिन अपनी प्रॉमिसेस को पूरा नहीं किया. इसलिए मैं कहना चाहता हूं LDF से भी, आप फॉल्स प्रॉमिसेस करने के बजाय बेहतर यह होगा कि आपने पिछले असेंबली इलेक्शन के दौरान जो जनता से प्रॉमिसेस की थी उसके बारे में एक्शन टेकन रिपोर्ट लेकर आइए. जनता देखना चाहती है. UDF വളരെയധികം വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തു. അത് കള്ളവാഗ്ദാനങ്ങളായിരുന്നു.
അതൊന്നും നടപ്പിലാക്കുവാൻ അവർക്ക് സാധിച്ചില്ല. LDFും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനങ്ങളാണ് നൽകിയത്. ഈ കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിൽ എന്താണ് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് തീർച്ചയായിട്ടും ജനങ്ങളോട് പറയുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. LDF और UDF के लीडर्स के वर्ड्स और डीड्स इन दोनों में अंतर है. और मेरे बहरे भाइयों, जब किसी व्यक्ति के वर्ड्स और डीड्स पे अंतर होता है और पर्टिकुलरली किसी पॉलिटिशियन के वर्ड्स और डीड्स पे भी अंतर होता है तो पॉलिटिक्स में क्राइसिस ऑफ क्रेडिबिलिटी पैदा होती है. लेकिन भारतीय जनता पार्टी इज द ओनली पार्टी ऑफ दिस कंट्री who has accepted the challenge of this crisis of credibility in this country. ഈ LDFന്റെയും UDFന്റെയും അവരുടെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണ്. ആ രാഷ്ട്രീയ പാർട്ടിയായാലും വ്യക്തിയായാലും അവരുടെ വാക്കും അതുപോലെ തന്നെ പ്രവൃത്തിയും രണ്ടും രണ്ടായി കഴിഞ്ഞാൽ അവരുടെ വിശ്വാസ്യത ഇല്ലാതാകും. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ആ വെല്ലുവിളിയെ ഏറ്റെടുത്തിരിക്കുകയാണ്. പറയുന്നത് പോലെ ചെയ്യുവാനുള്ള ത്രാണിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. आज तक हमारे इलेक्शन मैनिफेस्टो को उठाकर आप देख लीजिए. 51 में हमने कहा था कि जब हमको क्लियर मेजॉरिटी सेंटर में मिलेगी, आर्टिकल 370 जिसके तहत जम्मू कश्मीर को स्टेटस प्राप्त है, हम इस आर्टिकल 370 को समाप्त करेंगे और जम्मू कश्मीर का भी वही स्टेटस होगा जो हिंदुस्तान के दूसरे राज्यों का होगा. और बहनों भाइयों, उसको हमने करके दिखाया. 1951 മുതൽ നമ്മൾ പറയുന്നതാണ് ഭരണഘടനയിലെ 370 വകുപ്പ് നമ്മൾ റദ്ദ് ചെയ്യുമെന്ന്. ആ പറഞ്ഞ കാര്യം നമ്മൾ ആ വാഗ്ദാനം പാലിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ ആ പ്രത്യേക അതിനുള്ള ജമ്മു കാശ്മീരിനുള്ള അവകാശം അല്ലെങ്കിൽ പദവി എടുത്തു കളയുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് നമ്മൾ നടപ്പിലാക്കിയിരിക്കുക. हमने जो भी प्राविजन की, कोई कह सकता है कि हमारी प्राविजन गलत है, कोई कह सकता है आपकी प्राविजन सही है, लेकिन गलत हो अथवा सही हो, यदि हमने प्राविजन को किया है तो अपने प्राविजन को फुलफिल किया है. यही भारतीय जनता पार्टी का कैरेक्टर है. വാഗ്ദാനം ചെയ്തതെല്ലാം നടപ്പിലാക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഒരിക്കലും പറയുവാൻ സാധിക്കില്ല വാഗ്ദാനങ്ങൾ ലംഘിച്ച പാർട്ടിയാണ് എന്ന് നമ്മളെ പറ്റി പറയുവാൻ സാധ്യമല്ല. यदि हमने राम मंदिर की बात कही थी तो राम मंदिर का आज निर्माण हो रहा है, चाहे किसी को बुरा लगे अथवा अच्छा लगे. രാമക്ഷേത്രത്തെ പറ്റി നമ്മൾ വാഗ്ദാനം ചെയ്തു എങ്കിലോ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. मेरे बहनों भाइयों, हम अपीजमेंट की पॉलिसी नहीं करते. हमारा कंसेप्ट पूरी तरह से क्लियर है. जस्टिस टू ऑल, अपीजमेंट ऑफ नन. പ്രീണനം നമ്മൾ ഒരിക്കലും അത് നമ്മുടെ നയമല്ല. നമ്മുടെ നയമെന്ന് പറയുന്നത് എല്ലാവരോടും തുല്യനീതി, ആരോടും പ്രീണനമില്ല എന്നുള്ളതാണ്. चाहे हिंदू हो, चाहे मुस्लिम हो, चाहे क्रिश्चियन हो, चाहे पारसी हो, कोई भी हो, जो भी भारत में रहता है और भारत माता की जो कोख से पैदा होता है, അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും, चाहे हिंदू हो, चाहे मुस्लिम हो, चाहे क्रिश्चियन हो, चाहे पारसी हो, चाहे यहूदी हो, जो भी भारत में पैदा हुआ है भारत माता की कोख से, सभी भाई भाई हैं, सभी भाई भाई हैं. ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും പാർസി ആയാലും യഹൂദി ആയാലും ഈ ഭാരതത്തിന്റെ മണ്ണിൽ ജനിച്ചവര്, ഭാരതത്തെ സ്നേഹിക്കുന്നവര്, അവരെയെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. यदि चाहे कोई मुस्लिम हो, क्रिश्चियन हो, पारसी हो, यहूदी हो, यदि उसके भी फेथ पर कोई चोट पहुंचाने की कोशिश करेगा तो उसका भी हम मुकाबला करेंगे, उसको हम पूरी तरह से प्रोटेक्ट करेंगे. यह है हमारा कैरेक्टर. മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും പാർസി ആയാലും യഹൂദി ആയാലും അവരുടെ വിശ്വാസത്തിന്റെ മേൽ മുറിവേൽപ്പിക്കുവാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ, ഈ വിശ്വാസത്തിലുള്ളവരെ നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. लेकिन हम अपीजमेंट किसी का नहीं करेंगे. जो मैंने कहा ना, एक ही प्रिंसिपल है हमारा, जस्टिस टू ऑल, अपीजमेंट ऑफ नन. बस इसी दायरे में हम सब सारे लोग काम करते हैं. और आज मैं ये कहने आया हूं बहनों भाइयों, हमारे प्राइम मिनिस्टर श्री नरेंद्र मोदी जी न्यू इंडिया बनाने की ओर आगे बढ़ रहे हैं. जितनी तेजी से 7 वर्षों में नरेंद्र मोदी जी ने डेवलपमेंट किया है इस देश का, बहनों भाइयों,
जो जानते होंगे शायद उनकी समझ में आया होगा। अभी हाल में ही अमेरिका के न्यूली इलेक्टेड प्रेसिडेंट मिस्टर जॉय बाइडेन आए थे। यहां आए नहीं थे बल्कि क्वेड की एक मीटिंग थी, क्वेड, जिसमें कि अमेरिका था, जापान था, ऑस्ट्रेलिया था और भारत था। वह वर्चुअल मीटिंग हो रही थी। उसमें जॉय बाइडेन ने कहा कि भारत अंडर द लीडरशिप ऑफ नरेंद्र मोदी यह बहुत ही मजबूत हो रहा है, बहुत ही ताकतवर हो रहा है। दुनिया के सबसे ताकतवर देश अमेरिका के प्रेसिडेंट मिस्टर जॉय बाइडेन ने कहा। അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹം നാല് രാജ്യങ്ങളുമായിട്ടുള്ള മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമെന്ന് പറയുന്നത് ഭാരതമാണ് എന്ന് പറയുകയുണ്ടായി. അതിന്റെ കാരണം എന്താണ്? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ കേരളം, ഈ ഭാരതം കഴിഞ്ഞ 7 വർഷ കാലഘട്ടമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ശ്രീ ജോ ബൈഡൻ ഈ ഭാരതമാണ് ഏറ്റവും ശക്തമായിട്ടുള്ള വളരുന്ന രാജ്യമെന്ന് പറഞ്ഞത്. भारत अब ताकतवर भारत बन चुका है। भारत अब कमजोर भारत नहीं है। आपने देखा हमारे पड़ोसी देश चाइना, बहनों भाइयों, वैसे तो हम सारे अपने नेबरिंग कंट्रीज के साथ कार्डियल रिलेशन चाहते हैं, अच्छे रिश्ते बनाकर रखना चाहते हैं। हमारी कोशिश यह होती है, क्योंकि हमारे अटल बिहारी वाजपेयी जी कहा करते थे, याद रखना जिंदगी में दोस्त बदल जाते हैं, फ्रेंड बदल जाते हैं, लेकिन नेबर, पड़ोसी नहीं बदलता है। इसलिए पड़ोसी के साथ बराबर अच्छे रिश्ते बनाकर रखने चाहिए। हमने बराबर कोशिश की, लेकिन चीन के द्वारा जो इस बार कोशिश हुई है, आपने देखा हमारे सेना के जवानों ने जिस शौर्य, पराक्रम और संयम, पेशेंस का भी, ब्रेवरी एंड पेशेंस बोथ, जिसका परिचय दिया कि भारत को शानदार कामयाबी मिली है और भारत का मस्तक दुनिया की नजरों में ऊंचा हो गया है। തീർച്ചയായിട്ടും ഭാരതം ശക്തമായിട്ട് മുന്നോട്ട് പോകുകയാണ്. നമുക്കറിയാം, ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അയൽവാസികളുമായിട്ട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ്. അടൽ ബിഹാരി വാജ്പേയി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സുഹൃത്തുക്കളെ എവിടെ വന്ന് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും, പക്ഷേ നമ്മുടെ അയൽവാസികളെ നമുക്ക് മാറ്റുവാൻ സാധിക്കില്ല. അയൽവാസികൾ എപ്പോഴും അയൽവാസികളായിരിക്കും. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന എന്താണ് ചെയ്തത്? ചൈന ഇന്ത്യയുടെ മേലെ അതിക്രമത്തിന് വന്ന അവസരത്തിൽ ഈ ഭാരതത്തിലെ ആ സൈന്യത്തിന്റെ ശൗര്യം, പരാക്രമം അത് നമ്മൾ കണ്ടതാണ്. ധീരമായിട്ട് അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനും നേട്ടത്തിനും നമുക്ക് സാധിച്ചു. मेरे बहनों भाइयों, आज मैं यहां पर आपसे अपील करने के लिए खड़ा हुआ। एलडीएफ और यूडीएफ से केरल को बचा लो बहनों भाइयों। केरल का पास्ट बहुत ही ग्लोरियस रहा है। फिर से वैसा ही ग्लोरियस हम केरल बनाना चाहते हैं, लेकिन इनकी एलडीएफ और यूडीएफ की रिग्रेसिव आइडियोलॉजी के कारण बराबर केरल यह पिछड़ता जा रहा है। लेकिन एनडीए का भी यह फैसला है, बीजेपी का फैसला है कि हम अब इसकी इजाजत नहीं देंगे। സുഹൃത്തുക്കളെ, ഈ കേരളത്തില് എൽഡിഎഫും അതുപോലെ തന്നെ യുഡിഎഫും ഭരിക്കുന്ന അവസരത്തില് ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. ഇവിടെ മുതൽ മുടക്കുവാൻ വേണ്ടി ആൾക്കാർ തയ്യാറാണ്. പക്ഷേ എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും ഈ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് അത് സാധിക്കുന്നില്ല. എൻഡിഎയെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് എൻഡിഎ നിലകൊള്ളുന്നത്. हमारे प्राइम मिनिस्टर कहते हैं सबका साथ, सबका विकास और सबका विश्वास, लेकिन यहां पर एलडीएफ यूडीएफ अपीजमेंट पॉलिसी करती है और बराबर केरल को न्यू डेवलपमेंट की मेन स्ट्रीम से दूर ले जाने का काम कर रही है। बहनों भाइयों, अब इसको हम चलने नहीं देंगे। ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ എല്ലായിടത്തും പറയുന്നത് എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരോടൊപ്പം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. പക്ഷേ ഇവിടെ എൽഡിഎഫും യുഡിഎഫും എന്താ പ്രീണനമാണ് നടത്തുന്നത്. നമുക്ക് സംബന്ധിച്ചിടത്തോളം
കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കേരളത്തിന് വേണ്ടിയുള്ള വികസനത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. यहां की सरकार ने यहां के नौजवानों का, यूथ का भी विश्वास खो दिया है, क्योंकि नौजवान पढ़ाई लिखाई करने के बाद एम्प्लॉयमेंट चाहता है और यह गवर्नमेंट एम्प्लॉयमेंट नहीं दे पा रही है। और इस समय जो नेशनल एवरेज है अनएम्प्लॉयमेंट का, उससे भी ज्यादा अनएम्प्लॉयमेंट यदि कहीं पर है तो केरल में। हु इज रेस्पॉन्सिबल फॉर दिस? ഈ കേരളത്തിലെ യുവജനങ്ങളെ ഈ സർക്കാർ LDFും അതുപോലെ തന്നെ UDFും വഞ്ചിക്കുകയാണ്. ഇവർക്ക് തൊഴിൽ കൊടുക്കുവാനുള്ള സാഹചര്യമല്ല ഇവരുണ്ടാക്കിയിരിക്കുന്നത്. തൊഴിലില്ലായ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ദേശീയ ആവറേജിനേക്കാൾ കൂടുതലാണ് കേരളത്തില് തൊഴിലില്ലായ്മയുടെ ശതമാനം. अब मैं LDF और UDF के लीडर्स को कहना चाहता हूं, केरल में फॉल्स प्रॉमिसेज नहीं चलेंगे, केरल में एम्प्टी एस्पिरेंसेज नहीं चलेंगे, केरल में अब फॉल्सहुड नहीं चलेगा. बीजेपी ने विद फर्म कन्विक्शन यह फैसला किया. ഈ LDFനോടും UDFനോടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ കേരളത്തില് തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങള് ഈ കേരളത്തിൽ വേണ്ട, അതുപോലെ തന്നെ കള്ളയോട്ടുകളും ഈ കേരളത്തിൽ വേണ്ട എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. और मैं आपको कहना चाहता हूं, यदि बीजेपी पावर में आती है, वी विल प्रोवाइड एम्प्लॉयमेंट फॉर एटलीस्ट 1 member ऑफ ईच फैमिली. BJP അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, എല്ലാ ഭവനങ്ങളിലും ഒരാൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും നമ്മൾ നടപ്പിലാക്കുന്നത്. मेरे बहनों भाइयों, केरल के फ्यूचर को बचाने का समय आ गया है. अब वो समय आ गया है केरल के फ्यूचर को बचाने का. इसलिए नेशनल इंटरेस्ट में आप लोगों से अपील मैं करने के लिए खड़ा हुआ हूं. मेरे बहनों भाइयों, केरल को बचाने के लिए बीजेपी को सपोर्ट कीजिए. आवाज क्लियर भाई? തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിന്റെ ഒരു കാലഘട്ടമാണ് ആവശ്യമായിട്ടുള്ളത്. അതിനുവേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയും NDAയും നിലകൊള്ളുന്നുവെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. और मैं जैसा कहा पहले ना, चाहे हिंदू हो, मुस्लिम हो, क्रिश्चियन हो, पारसी हो, यहूदी हो, सबकी फेथ की हम रिस्पेक्ट करते हैं, हर रिलीजन, और उसको प्रोटेक्शन देंगे. सबरीमाला के बारे में भी मैं कहना चाहता हूं. सबरीमाला के लिए जरूरत हुई लेजिस्लेशन बनाने के लिए, इसके ट्रेडिशन और प्रैक्टिसेस को प्रोटेक्ट करने के लिए हम लेजिस्लेशन बनाएंगे और सबरीमाला के भी ट्रेडिशंस और जो प्रैक्टिसेस हैं उनको प्रोटेक्ट करेंगे. അതുപോലെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഇവിടെ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരുടെ എല്ലാം വിശ്വാസം സംരക്ഷിക്കപ്പെടും. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും പാർസി ആയാലും അവരുടെ എല്ലാം വിശ്വാസം സംരക്ഷിക്കപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി നിയമനിർമ്മാണം നടത്തുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मेरे बहनों भाइयों, ये LDF की गवर्नमेंट कोरोना कोविड-19 के फ्रंट पर भी पूरी तरह से फेल कर गई, लेकिन जो प्रोटेक्शन मिलना चाहिए था, जो स्टेप्स लिए जाने चाहिए थे गवर्नमेंट से के द्वारा, वह यहां की स्टेट गवर्नमेंट ने नहीं लिया. സുഹൃത്തുക്കളെ, LDFന്റെ സർക്കാർ ഈ കോവിഡിനെ നേരിടുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഏത് നടപടിയാണോ എടുക്കേണ്ടിയിരുന്നത്, അത് തടയുന്നതിന് വേണ്ടി ഏത് നടപടിയാണോ എടുക്കേണ്ടിയിരുന്നത്, ആ കാര്യത്തിൽ ഇവർ ആ നടപടി എടുത്തില്ല, പരാജയപ്പെടുകയാണ് ഉണ്ടായത്. हमारे प्राइम मिनिस्टर ने कोरोना को चेक करने के लिए इफेक्टिव स्टेप्स जो भी लिए जा सकते हैं, हमारे प्राइम मिनिस्टर ने लिया, और जिसकी सराहना दुनिया के दूसरे देशों में हुई है. लोग प्रेज कर रहे हैं प्राइम मिनिस्टर के द्वारा लिए गए स्टेप्स की. और आज ऐसे हालात हो गए कि जिस भारत में पहले PPE किट्स 1-2 फैक्ट्रीज थी PPE किट्स बनाने की, आज सैकड़ों फैक्ट्रीज PPE किट्स की हो गई हैं. हम PPE किट्स बना रहे हैं, अपने यहां भी उपयोग कर रहे हैं, और दुनिया के दूसरे देशों को भी हम भेज रहे हैं. वेंटिलेटर्स भी हम बना रहे हैं और वेंटिलेटर्स हम एक्सपोर्ट कर रहे हैं. ऐसे हालात
इसी कोरोना के काल में ही हम लोगों ने पैदा कर दिए। यानी कोरोना की इस पैंडेमिक को अपॉर्चुनिटी में बदलने का काम यदि किसी ने किया तो हमारे प्राइम मिनिस्टर नरेंद्र भाई मोदी ने किया। നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കോവിഡിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അത് ലോകം മുഴുവൻ ഇന്ന് പ്രശംസിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഈ കോവിഡ് ആരംഭിച്ച അവസരത്തിൽ PPE കിറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള കമ്പനികളില്ലായിരുന്നു. ഇന്ന് നൂറുകണക്കിന് കമ്പനികളാണുള്ളത്. അത് കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുകയും നമ്മൾ കയറ്റി അയക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വെന്റിലേറ്ററുകളില്ലായിരുന്നു. വെന്റിലേറ്ററുകൾ ഇന്ന് ലോകം മുഴുവൻ നമുക്ക് കയറ്റി അയക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ശക്തമായിട്ടുള്ള നടപടികളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കോവിഡ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. मेरे बहनों भाइयों, अपने देश के साइंटिस्ट का वेलकम किया जाना चाहिए, तालियां बजाकर वेलकम किया जाना चाहिए, जिन्होंने वैक्सीन तैयार किया। दुनिया में सबसे पहले वैक्सीन तैयार करने में कामयाबी हासिल की। और आज वैक्सीन हम केवल भारत में उसका यूज नहीं कर रहे हैं, दुनिया की 72 कंट्रीज को भी भारत वैक्सीन प्रोवाइड कर रहा है। इसकी क्रेडिट यदि किसी को जानी चाहिए तो इस देश के साइंटिस्ट को जानी चाहिए। സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ നമിക്കേണ്ടിയിരിക്കുന്നു. വാക്സിൻ നിർമ്മിക്കുന്ന കാര്യത്തിൽ ലോകത്തിൽ ഏറ്റവും ആദ്യം വാക്സിൻ നിർമ്മിച്ചത് ഭാരതത്തിലാണ്. ഈ വാക്സിൻ ഭാരതത്തിലേക്ക് മാത്രമല്ല 72 രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റി അയക്കുകയാണ്. അങ്ങനെയുള്ള ശക്തമായിട്ടുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. पहले हालात तो ऐसे बदतर हो गए कि 40% ऑफ द एक्टिव कोविड-19 केसेस ऑफ इंडिया वेयर इन ओनली केरला। अच्छा, चलिए छोड़ देते हैं, छोड़ देते हाईली। मेरे बहनों भाइयों, अभी हाल में देखा होगा कांग्रेस के एक लीडर है, नौजवान लीडर हैं, जानते हैं? डू यू नो अबाउट द यंग लीडर ऑफ द कांग्रेस पार्टी? नो। ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? अभी हाल में आए थे कोल्लम तट पर जो है राहुल गांधी हमारे जो समुद्र के जो फिशरमैन हैं उनके साथ छलांग लगा रहे थे। നമുക്കറിയാം, കൊല്ലത്ത് വന്നിട്ട് അദ്ദേഹം അവിടുത്തെ മത്സ്യപ്രവർത്തകരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. मैं अपने ब्रदर सिस्टर्स को यह बतलाना चाहता हूं, सावधान रहिएगा, उनका ट्रैक रिकॉर्ड ठीक नहीं है। जहां जाते हैं खुद भी डूबते हैं और दूसरों को भी डुबा देते हैं। അദ്ദേഹത്തിന്റെ രീതി ശരിയല്ല. എവിടെ ചെന്ന് കഴിഞ്ഞാലും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നു, ബാക്കിയുള്ളവരെയും കൂടെ കുഴപ്പത്തിലാക്കുന്നു. यूपी में अमेठी वालों से पूछ लीजिएगा, आज भी अमेठी पिछड़ा हुआ है, उसको डुबाकर फिर वायनाड को डुबाने के लिए आ गए हैं। അദ്ദേഹം യുപിയില് അവിടുത്തെ ജനങ്ങളെ ശരിയാക്കിയതിനു ശേഷം വീണ്ടും അദ്ദേഹം വയനാട്ടിൽ വന്നിരിക്കുകയാണ്. अब इधर फिशरमैन कम्युनिटी के प्रति उनका अफेक्शन बहुत बढ़ गया। कहते हैं कि यदि हमारी गवर्नमेंट सेंटर में बनी, कांग्रेस की गवर्नमेंट, भाई सेंटर में कांग्रेस की गवर्नमेंट बनेगी ही नहीं। यदि हमारी सेंटर में कांग्रेस की गवर्नमेंट यदि बनी तो हम अलग से फिशरमैन के लिए अलग से मिनिस्ट्री बनाएंगे, जबकि 2019 में ही नरेंद्र भाई मोदी अलग से फिशरमैन के लिए मिनिस्ट्री बना चुके हैं। अब इतनी भी जानकारी नहीं है। वह इस देश को कहां ले जाएंगे इसकी आप सहज ही कल्पना कर सकते हैं। അതുപോലെ തന്നെ അദ്ദേഹം മത്സ്യപ്രവർത്തകരോട് പറയുന്നത്, കോൺഗ്രസിന്റെ സർക്കാർ വന്നാൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സർക്കാർ ഒരിക്കലും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. കോൺഗ്രസിന്റെ സർക്കാർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫിഷറീസിന് വേണ്ടി ഒരു മന്ത്രാലയം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് അറിയില്ല, 2019 തന്നെ നരേന്ദ്രമോദി ഫിഷറീസിന് വേണ്ടിയുള്ള मंत्रालय ഉണ്ടാക്കി എന്നുള്ള കാര്യം അദ്ദേഹം ഇതുവരെയും അറിഞ്ഞിട്ടില്ല. मेरे बहनों भाइयों, हमारी गवर्नमेंट ने फिशिंग को फार्मिंग के बराबर का स्टेटस दे दिया है। और इसलिए फिशरमैन को मैं यह कहकर जाना चाहता हूं, आपको भी क्रेडिट कार्ड और लोन दिया जाने लगा, और आगे के भी मैं कहकर, जैसे फार्मर्स को मिलता है वैसे फिशरमैन को मिलेगा। और 6,000 रुपये पर ईयर जो फार्मर्स के अकाउंट में प्राइम मिनिस्टर
प्रधानमंत्री किसान सम्मान निधि में पैसा देते हैं, वैसे ही फिशरमैन के भी अकाउंट में पर ईयर 6,000 रुपीज आएंगे। സുഹൃത്തുക്കളെ, മത്സ്യപ്രവർത്തകർക്കും കർഷകരുടേതായിട്ടുള്ള അതേ പരിഗണനയാണ് പ്രധാനമന്ത്രി നൽകുന്നത്. തീർച്ചയായിട്ടും നരേന്ദ്രമോദി കൊടുക്കുന്നത് അവർക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു, അവർക്ക് ലോൺ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ കർഷകർക്ക് കൊടുക്കുന്ന കിസാൻ സമ്മാൻ നിധിയുടെ അടിസ്ഥാനത്തിൽ 6,000 രൂപ കൊടുക്കുന്നത് അതും മത്സ്യപ്രവർത്തകർക്ക് കൊടുക്കും. ഒരു വർഷം 6,000 രൂപ മത്സ്യപ്രവർത്തകർക്ക് കൊടുക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. राहुल जी कई बार उत्तर प्रदेश से एमपी बने हैं, लेकिन उनके परिवार को भी बहनों भाइयों उत्तर प्रदेश ने बहुत दिया, बराबर चुनाव जिताया उत्तर प्रदेश में, लेकिन इस बार उत्तर प्रदेश को हार गए, तब उत्तर प्रदेश की को क्रिटिसाइज करने लगे. രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നിന്ന് MP ആയിരുന്നു. അദ്ദേഹം പല പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അദ്ദേഹം ഉത്തർപ്രദേശിൽ പരാജയപ്പെടുകയുണ്ടായത്. और बहनों भाइयों, हमने कुछ अपने इलेक्शन मैनिफेस्टो में प्रॉमिसेस किए हैं और मैं आपको बताना चाहता हूं, एक एक प्रॉमिस को विद इन 5 ईयर हम पूरा करेंगे. एक एक प्रॉमिस को, हर स्टूडेंट को फ्री लैपटॉप देंगे, यह भी मैं आपको आश्वस्त करना चाहता हूं, हर स्टूडेंट को. और यह भी तय किया है कि SC/ST कम्युनिटीज की जो लैंडलेस फैमिलीज हैं उसको 5 एकड़ एग्रीकल्चरल लैंड भी प्रोवाइड करेंगे, उसका पट्टा भी प्रोवाइड करेंगे. സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടി മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. എല്ലാ വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പ് കൊടുക്കുവാനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആ ജനങ്ങൾക്ക് ഓരോ കുടുംബത്തിനും 5 ഏക്കർ ഭൂമി വീതം നൽകുകയും അതിന് പട്ടയം കൊടുക്കുവാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. हम केरल के ऑल राउंड डेवलपमेंट के लिए पूरी तरह से कमिटेड हैं मेरे बहनों भाइयों, पूरी तरह से कमिटेड हैं. हम केरल में ब्राइट फ्यूचर के लिए एक नया स्वप्न देख रहे हैं और मुझे पूरा विश्वास है कि केरल की जनता की सहयोग से हमारा यह ड्रीम, हमारा यह स्वप्न पूरा होकर रहेगा. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു നല്ല രീതിയിലുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അത് നടപ്പിലാക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. हमारा इंटेंशन समझिए, मेट्रो मैन जो एक डेड ऑनेस्ट ऑफिसर माने जाते रहे मिस्टर श्रीधरन, उनको चीफ मिनिस्ट्रियल कैंडिडेट के रूप में हमने प्रोजेक्ट किया है. और इसीलिए बराबर जो ऑनेस्ट लोग होते हैं हम उनकी इज्जत करते हैं. जैसे मिस्टर जैकब थॉमस इज द ऑनेस्ट ऑफिसर, ही वाज द ऑनेस्ट ऑफिसर. और जीवन में प्रारंभ में ही जिसके जिंदगी में ऑनेस्टी रही है बहनों भाइयों, पॉलिटिक्स में भी आने के बावजूद भी उसके ऑनेस्टी बनी रहेगी. और जो करप्ट होंगे उनके खिलाफ असेंबली में खड़े होकर मिस्टर जैकब थॉमस अपनी आवाज उठाएंगे. നമുക്കറിയാം, ഈ മെട്രോമാൻ ശ്രീധരൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. ആരൊക്കെ സമൂഹത്തില് കഴിവുള്ളവര്, ശേഷിയുള്ളവര്, സത്യസന്ധരായിട്ടുള്ളവര് ഭാരതീയ ജനതാ പാർട്ടിയിലേക്കാണ് വരുന്നത്. നമുക്കറിയാം, ജീവിതകാലം മുഴുവൻ സത്യസന്ധതയ്ക്ക് വേണ്ടി നിലകൊണ്ട ശ്രീ ജേക്കബ് തോമസ്, അദ്ദേഹം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. എങ്ങനെയാണോ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ആ സത്യസന്ധത പുലർത്തിയത്, ഈ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷവും തീർച്ചയായിട്ടും അദ്ദേഹം അതിനുവേണ്ടി നിലകൊള്ളുക തന്നെ ചെയ്യും. അസംബ്ലിയിൽ ആരെങ്കിലും അഴിമതി കാണിച്ചാല് അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ശബ്ദം മുഴക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. बहनों भाइयों, केरल में रैम्पेंट पॉलिटिकल करप्शन है, पॉलिटिकल वायलेंस भी. बीजेपी कमिटेड है इस बात के लिए कि हम इस पॉलिटिकल वायलेंस और रैम्पेंट इस करप्शन को हम समाप्त करेंगे. क्योंकि हम केवल यह वादा नहीं कर रहे हैं. आपने देखा होगा सेंटर में 7 ईयर से हम गवर्नमेंट चला रहे हैं, लेकिन भारत ही नहीं दुनिया का कोई व्यक्ति उंगली उठाकर नहीं कह सकता कि हमारी गवर्नमेंट लेड बाय नरेंद्र मोदी के किसी भी मिनिस्टर के ऊपर एक भी कोई करप्शन का चार्ज हो, या कोई नहीं कह सकता. ഈ കേരളത്തില്
വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ അക്രമമാണ് നടക്കുന്നത്. ഇത് രണ്ടും അവസാനിപ്പിക്കും ഭാരതീയ ജനതാ പാർട്ടി. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് വെറുതെ വാഗ്ദാനം പറയുന്നതല്ല. കഴിഞ്ഞ 7 വർഷ കാലഘട്ടമായിട്ട് കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ സർക്കാർ ഭരിക്കുന്നുണ്ട്. ആ നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ നേരെ, ഏതെങ്കിലും മന്ത്രിയുടെ നേരെ ലോകത്തിൽ ആർക്കെങ്കിലും കൈ ചൂണ്ടുവാൻ സാധിച്ചോ? അഴിമതിയുടെ പേരിൽ അഴിമതിയില്ലാത്തൊരു ഭരണമാണ് കേന്ദ്രത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. बहनों भाइयों, करप्शन का जहां तक सवाल है, गोल्ड स्मगलिंग स्कैम में जांच चल रही है, इंक्वायरी चल रही है, और यहां के चीफ मिनिस्टर साहब ने भी यह कहा था कि सेंटर जिस भी एजेंसी से जांच कराना चाहे जांच करा ले। जांच हो रही है। जब जांच शुरू हो गई, उसके बाद यहां की एलडीएफ की कैबिनेट ने बैठकर एक रिजोल्यूशन कर दिया, कैबिनेट के द्वारा यह रिजोल्यूशन कर दिया कि जो जांच कर रहे हैं, ईडी हो अथवा एनआईए हो, उनके खिलाफ जुडिशियल इंक्वायरी की जानी चाहिए। मैं चीफ मिनिस्टर को कहना चाहता हूं कि चीफ मिनिस्टर साहब, ये आप ठीक नहीं कर रहे हैं। भारत के फेडरल स्ट्रक्चर को आप चैलेंज कर रहे हैं। आप अनकॉन्स्टिट्यूशनल काम कर रहे हैं। ഈ കള്ളക്കടത്ത് നമുക്കറിയാം. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യം അത് വന്ന അവസരത്തില് ഈ രാജ്യത്ത്, സംസ്ഥാനത്ത് അത് വെളിപ്പെട്ട അവസരത്തില് മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു, ഏത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിക്കാമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം തുടങ്ങി. അന്വേഷണം ശക്തമായ അവസരത്തിൽ ഇവിടുത്തെ LDFന്റെ സർക്കാർ എന്താണ് ചെയ്തത്? കേന്ദ്രത്തിനെതിരെ അവര് പ്രമേയം പാസാക്കുന്നു. മാത്രമല്ല, ഈ അന്വേഷണ ഏജൻസിക്കെതിരെ അവർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, അങ്ങ് ചെയ്യുന്നത് ശരിയല്ല. ഫെഡറൽ സംവിധാനത്തിന് എതിരായിട്ടാണ് അങ്ങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് അങ്ങ് പ്രവർത്തിക്കുന്നതെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. चीफ मिनिस्टर साहब, आप ही ने कहा था कि इसकी जांच करा ले सेंटर, तो हम जांच करा रहे हैं, तो इस पर आपको आपत्ति क्यों होनी चाहिए? और आपसे मैं यही रिक्वेस्ट करना चाहूंगा, डेवलपमेंट को छोड़कर अब करप्शन का साथ देना इस गवर्नमेंट को बंद करना चाहिए, क्योंकि हमारी यह गवर्नमेंट अब इसे चलने नहीं देगी। അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞിട്ടാണ് അന്വേഷണം തുടങ്ങിയത്. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അങ്ങേക്ക് പ്രശ്നം. തീർച്ചയായിട്ടും ഇവിടെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് നമ്മൾ. പക്ഷേ ഇവിടെ അഴിമതിയാണ് നടക്കുന്നത്. ഈ അഴിമതി ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കില്ല. मेरे दोस्तों, केरल में टेररिज्म और एक्सट्रीमिज्म का पनपना यहां की मल्टी रिलीजियस सोसाइटी के लिए एक बहुत बड़ा डेंजर है। यह मैं आप लोगों को कहने आया हूं। एंटी इंडिया फोर्सेस लगातार कोशिश कर रही हैं कि केरल के अंदर कोई न कोई गड़बड़ी पैदा की जाए। बाहर से आने वाली फंडिंग पर सेंट्रल गवर्नमेंट ने तो वैसे काफी रिस्ट्रिक्शंस लगाए हैं। इसके बावजूद वोट बैंक की पॉलिटिक्स के चलते केरल में अभी भी फंडिंग का बहुत बड़ा हिस्सा रेडिकल ऑर्गेनाइजेशंस को जा रहा है। സുഹൃത്തുക്കളെ, ഈ കേരളത്തില് ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതുപോലെ ഭീകരവാദികളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. പുറത്തു നിന്നുള്ള ഫണ്ട് വരുന്നതിന് വളരെയധികം നിയന്ത്രണം കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടും ഈ കേരളത്തില് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അനേകം ഈ രീതിയിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. और बहनों भाइयों, आप सभी का, केरल की पूरी जनता का मैं अपना सिर झुकाकर वेलकम करता हूं, अभिनंदन करता हूं कि केरल की धरती एक ऐसी धरती है जो रिलीजियस टॉलरेंस के लिए सारी दुनिया में जानी जाती है। और इस रिलीजियस टॉलरेंस को आप केरल में बनाकर रखना, मैं यह आप सबसे अपील करना चाहता हूं। അതുപോലെ കേരളത്തിലെ സഹോദരി സഹോദരന്മാരെ ഞാൻ തലകുനിച്ചുകൊണ്ട് പറയുന്നു, ഈ കേരളത്തിന്റെ മണ്ണെന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെ മണ്ണാണ്. ആ മതസൗഹാർദ്ദം അതേ രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ആവശ്യം. दुनिया का, जैसा मैंने कहा था, सबसे पुराना चर्च भी सेंट थॉमस चर्च यही केरल में है। और हर रिलीजन को फ्रीडम ऑफ प्रैक्टिस का मैसेज यही केरल की धरती से ही जाता है। അതുപോലെ തന്നെ ഈ കേരളത്തില്
ഏറ്റവും പുരാതനമായിട്ടുള്ള സംസ്കാരവും അതുപോലെ തന്നെ എല്ലാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആ ചിന്തയും ഈ കേരളത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. और मैं ये कहना चाहता हूं कि हम सेंट्रल स्कीम्स जो हमारी हैं, जैसे आयुष्मान भारत है, गवर्नमेंट बनेगी, आयुष्मान भारत की स्कीम को लागू करेंगे. जिसके पास पैसा नहीं है 1 साल का 5 लाख रुपए तक का मुफ्त इलाज होगा, एक भी पैसा नहीं देना होगा. അതുപോലെ തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, സെൻട്രൽ സ്കീമുകൾ ആയുഷ്മാൻ ഭാരത് പാവപ്പെട്ടവന് രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുവാൻ വേണ്ടി പണമില്ല എങ്കിൽ 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കേന്ദ്ര സർക്കാർ നൽകും. അത് നമ്മൾ നടപ്പിലാക്കും. और टेररिज्म फ्री केरला होगा बहनों भाइयों. देखेंगे कैसे कोई टेरर एक्टिविटीज में भाग लेने की जरूरत कर पाता. തീർച്ചയായിട്ടും ഭീകരവാദ വിരുദ്ധം മുക്തമായിട്ട് കേരളത്തെ മാറ്റുക തന്നെ ചെയ്യും. और सोशल वेलफेयर पेंशन को हम बढ़ाकर 3,500 रुपीज करेंगे. അതുപോലെ ക്ഷേമ പെൻഷൻ 3,500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. अब हम न्यू इंडिया बनाने का हमारा सपना है, तो न्यू इंडिया के साथ साथ हम न्यू केरला भी बनाना चाहते हैं. इसमें आप सभी का सहयोग चाहिए, यही अपील करने के लिए आया हूं. അതുപോലെ തന്നെ ന്യൂ ഇന്ത്യയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ആ ന്യൂ ഇന്ത്യയോടൊപ്പം പുതിയ ഇന്ത്യയോടൊപ്പം പുതിയ കേരളവും നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ എല്ലാം സഹകരണം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. और न्यू केरला बनाने के लिए और करप्शन फ्री केरला बनाने के लिए डेड ऑनेस्ट फार्मर आईपीएस ऑफिसर जैकब थॉमस का केरला असेंबली में जाना बहुत जरूरी है. इसीलिए मैं आप सबसे अपील करना चाहता हूं, जैकब थॉमस, अभी समय है, आप डोर टू डोर जाइए, कैंपेन करिए, कैसे वोटर्स निकाले जाएंगे. एनी हाउ जैकब थॉमस को जीता हुआ, इनकी विक्ट्री राजनाथ सिंह देखना चाहते हैं, यह मैं कहकर जा रहा हूं. और मैं समझता हूं कि हमारी इस ड्रीम को आप लोग निश्चित रूप से पूरा करेंगे. थैंक यू वेरी मच. आप सबको बहुत बहुत धन्यवाद. അതുപോലെ പുതിയ കേരളം, അഴിമതിയില്ലാത്ത കേരളം, അത് നിർമ്മിക്കുന്നതിന് വേണ്ടി ജേക്കബ് തോമസിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം. മാത്രമല്ല, ഇനി സമയമുണ്ട്. പ്രവർത്തകരെ വീടാന്തരം കയറിയിറങ്ങി വോട്ടിന് വേണ്ടി ജനങ്ങളെ സമീപിക്കണം. അങ്ങനെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ജേക്കബ് തോമസിനെ അസംബ്ലിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. थैंक यू वेरी मच राजनाथ सिंह जी. अभी आपका भाषण सुन के हमारे कैडर को बहुत ऊर्जा और उत्साह मिला है. आपको बहुत बहुत धन्यवाद एक बार और. അടുത്തതായി നന്ദി പറയുന്നതിനായി മലയാളം में बात कर रहे हैं अभी. എല്ലാവർക്കും നന്ദി പറയുന്നതിനായി ജയചന്ദ്രൻ AR BDJSന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം നമ്മളോട് ഇവരോട് നന്ദി പറയുന്നതാണ്. ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ മഹത് വ്യക്തികൾക്കും അതുപോലെ കേന്ദ്ര മന്ത്രി രാജ്നാഥ് സിംഗ് അവർക്കും നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ജേക്കബ് തോമസ് സാർ അവർക്കും ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. भारत माता की, भारत माता की जय, भारत माता की जय. वंदे मातरम, वंदे मातरम, वंदे. मातरम. थैंक यू वेरी मच.